ഹലോ ഗായ്സ്, ഇതെങ്ങോട്ടാണ് ഈ പുറപ്പാടെന്നറിയോ? എൻ്റെ അനിയത്തിയുടെ വീട്ടിൻ്റെ അവിടെ ഒരു ബ്രിട്ടീഷ് പാലമുണ്ട്. അത് കാണാൻ വേണ്ടി പോവുകയാണേ. 100-300 വർഷം പഴക്കമുള്ളൊരു പാലമാണ്. ഞാനും ബ്രദർ ഇൻ ലോയും മോനും കൂടിയിട്ടാണ് പോയത്. ആളുടെ നാടാണ് കേട്ടോ അത്. നല്ല അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഭംഗിയുള്ളൊരു തനി നാട്ടുമ്പുറം ഏരിയയാണേ. ഇത് ഞങ്ങളുടെ യാക്കരപ്പുഴയാണേ. അപ്പോൾ ഇതാ നമ്മൾ ബ്രിട്ടീഷ് പാലത്തിൻ്റെ ആ റോഡിലേക്ക് കയറിയിട്ടോ. നല്ല രസമില്ലേ? 2 സൈഡും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും റിട്ടയർഡ് ലൈഫൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി താമസിക്കണം, വീടൊക്കെ വെച്ച്. നല്ല അടിപൊളി വൈബാണ്. ദേ ഒരു പെട്ടിക്കട കണ്ടോ? ഇതൊക്കെ നമുക്ക് ഈ നാട്ടുമ്പുറങ്ങളിൽ മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ബ്രിട്ടീഷ് പാലത്തിലെത്തി. വെള്ളമൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈവനിങ് ടൈം അല്ലേ. അത് മാത്രമല്ല, നിറയെ കപ്പിൾസൊക്കെ അവിടെ വരുന്നുണ്ട്. കണ്ടോ, പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? ഹൃദയങ്ങളൊക്കെ വാരി വെതറിയിട്ടുണ്ട് അവിടെ. അപ്പം നമ്മൾ പോകുമ്പോൾ 2 പേര് അവിടെ ഇരുന്ന് കുറുകുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകാനുള്ള മടിക്ക് ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞപ്പൻ അതൊന്നും അറിയില്ല. അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പോകുന്നുണ്ട്. അവൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി നിന്നു. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലേ അവിടെ താഴെ പുഴ പോകുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണേ. നമ്മുടെ ചിറ്റൂർ പുഴയാണ് ആ ഒഴുകുന്നത്. ഇപ്പം വെള്ളം കുറവാണ്, എന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അല്ലെങ്കിലും പുഴകളും നദികളും ഒക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇതെന്താണ് ഈ കലാരൂപം എന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ പുഴയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സെൽഫി വീഡിയോ എടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അത് ശരിയായില്ല. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ അറിയുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ ഒരു തോണി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതാണോ എന്തോ നമ്മുടെ മീശമാധവനിൽ അവരിയ്ക്കുന്ന തോണി. നിറയെ മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. എല്ലാം അറിയുന്ന പോലെ കുരുപ്പ് പോകുന്ന പോക്ക് കണ്ടോ സ്പീഡിൽ. നിറയെ ഇവിടെ ഫോട്ടോഷൂട്ടുകളും വെഡ്ഡിങ് ഷൂട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഇല്ല എന്നുള്ള അഹങ്കാരത്തിൽ ഒരു പട്ടി അവിടെ ഇറങ്ങി നിൽക്കുന്നതുണ്ടോ? അഹങ്കാരി. അതുപോട്ടെ, നമുക്ക് താഴത്തോട്ട് പോകാമേ. ദേ ഒറ്റ ആൾക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള കൊച്ചു സ്റ്റെപ്പുകളാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങിയാൽ ദേ കിടക്കണം താഴെ നമ്മൾ. പക്ഷെ അവിടെയൊക്കെ നിറയെ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. നല്ല പച്ചപ്പായിട്ടുള്ള സ്ഥലം. ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ താഴത്ത് എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് താഴത്തോട്ട് പോയതാണ്. അവിടെ കുറേ ആൾക്കാരിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലമാണോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ്. സംഭവം അവിടെ കുറച്ച് വെള്ളവും പിന്നെ പാറക്കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ അടിപൊളി സ്റ്റിൽസൊക്കെ കിട്ടും. നമ്മൾ പിന്നെ ഉള്ള ഒരു ഇതൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അവന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. കണ്ടോ, അവന് വെള്ളം കണ്ടപ്പോൾ അതിലൊക്കെ പോയി കളിക്കാൻ വേണ്ടി പോവുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ അനിയച്ചാർ ഏത് വഴി കയറിപ്പോയെന്ന് അറിയില്ല. അത് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു കേട്ടോ. നോക്കിയപ്പോൾ താഴെ നിറയെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് അതൊന്നും എടുത്താലോ, നിറയെ മീനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ്. ഞാൻ ഫോണും പിടിച്ചുകൊണ്ട് അടുത്തോട്ട് പോയപ്പോൾ അതെല്ലാം കൂടെ ഏതുവഴി പോയെന്നറിയില്ല. ഒരെണ്ണത്തിന് പോലും കാണാനില്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു പൊടിമീനുകളൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. നല്ല തെളിച്ചുള്ള വെള്ളമാണ്. അടിയിലുള്ള കല്ലുകളൊക്കെ നന്നായി കാണാം. പക്ഷെ നല്ലോണം വെഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ. കാല് നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. നമുക്ക് താഴെ നിന്ന് നോക്കിയാൽ പാലത്തിൻ്റെ വ്യൂ ആണ് കണ്ടോ. നല്ല അടിപൊളി. അതൊക്കെ കഴിഞ്ഞ് മേളിൽ വന്നപ്പോൾ അവിടെ ഐസുകാരനെ കണ്ടു. ഞങ്ങൾ ഓരോ കോലൈസും വാങ്ങി കഴിച്ചു കേട്ടോ. തണ്ണിമത്തൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടായിരുന്നു. ഇത് പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡാണേ. അവിടെ നിന്ന് നോക്കി വെള്ളം തീരെ ഇല്ലാത്ത കാരണം മൊത്തം ഇങ്ങനെ കിടക്കുക. അതിനി എപ്പോഴും ഇങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കൊടുമ്പു പുഴയിലേക്ക് പോവാണ്. ആ പോകുന്ന വഴി നോക്കിയേ എന്ത് ഭംഗിയാണെന്ന്. നല്ല രസമില്ലേ? 2 സൈഡും മരങ്ങളാണ് കേട്ടോ. ശരിക്കും ഇതിപ്പോൾ നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ചെറിയ ഷെയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ റോഡ് കൊള്ളൂല കേട്ടോ. റോഡിൽ നിറയെ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞൊക്കെയാണ് വീഡിയോസ് എടുത്തിരിക്കുന്നത്.
അടുത്ത പുഴയിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ ചിറ്റൂർ പുഴ കണ്ടു, ഇനി കൊടുമ്പ് പുഴ കാണാൻ പോവുകയാണെ. ആ പോകുന്ന വഴിയാണ് കണ്ടോ, ആരുടെയോ തെങ്ങും തോപ്പാണ്. നിറയെ തെങ്ങൊക്കെ നിന്നിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഒക്കെ തെങ്ങുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുമ്പ് പുഴയിലേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അവിടെയും നോക്കിയപ്പോൾ വലിയ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല, എന്നാലും ഉണ്ട്, ചെറിയ ഒഴുക്കൊക്കെ ഉണ്ട്. അവിടെ ഒരു ആൻറ്റി തുണി കഴുകാൻ വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു കുറച്ച് നേരം അവിടെ നിന്നു. അവർ പോകേണ്ട ലക്ഷണമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ പാട് നോക്കി ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിലൊക്കെ അവിടെ ഇരുന്ന് കളിച്ചിട്ടാണ് വന്നത്. പുഴയുടെ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. റിഥം ഓഫ് നേച്ചർ. ഇവിടെ അവിടെ നിറയെ മറ്റേ മുളയുടെ കൂട്ടങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടി നിന്ന് വീഡിയോ എടുത്താണ്. പക്ഷെ അപ്പോഴേക്കും മുളയിൽ എന്തൊക്കെയോ ആൾക്കാർ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, കവറോ തുണിയോ എന്തൊക്കെയോ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തോട്ട് മാറി നിന്ന് അതൊന്നും പെടാതെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ കാല് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്നു പോവും. മുളം കൂട്ടങ്ങളാണിത്. പുഴയുടെ അടുത്ത് ഞാൻ ഈ ഒരു വീട് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. ഈ ഒറ്റ വീടേ അവിടെ ഉള്ളൂ. അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ അടുത്തായിട്ട് ഈ ഒരു വീടേ ഉണ്ടാവുള്ളൂ. അവർക്ക് എന്ത് രസമായിരിക്കും അല്ലേ, രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് വൈബിൽ ഇങ്ങനെ പുഴയൊക്കെ ഒഴുകി പോകുന്ന കണ്ടുകൊണ്ടിരിക്കാൻ. ഇളയച്ചനും മോനും കൂടെ കാല് വെള്ളത്തിലിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരെ പോലെ. ഇതതിൻ്റെ പരിസര പ്രദേശങ്ങളാണ് കേട്ടോ. പുഴയുടെ സൈഡിലൊക്കെ ഉള്ള സ്ഥലമാണ്. ശരിക്കും നമുക്ക് വന്ന് കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എന്താണെന്നറിയോ, നമ്മൾ അവിടെ തൊട്ടാവാടി കണ്ടപ്പോൾ അതിനെ ഒന്ന് തൊട്ട് നോക്കിയതാണ് കേട്ടോ. കുറേ കാലമായി തൊട്ടാവാടിയൊക്കെ തൊട്ട് ഉറക്കിയിട്ട്. ഈ പാലം എവിടെ കണ്ടു പരിചയമുള്ള പോലെ ഇല്ലേ? അതിൽ കൂട്ടിട്ടല്ലേ പോവാ. അതെ, മാസ് വീഡിയോഗ്രാഫി ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയുന്നത് പോലെയും എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവന് വെള്ളത്തിൽ കളിച്ച് മതിയായപ്പോൾ അവൻ്റെ പാട്ടിന് ഇറങ്ങി പോവാണേ. ഇത് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ അമ്പലമാണ് കേട്ടോ. ഇത് ഞാൻ വേറൊരു അമ്പലം കാണിച്ചു തരാം. ഈ അമ്പലത്തിൻ്റെ പേരാണ് നായി പെറ്റ അമ്പലം. ശരിക്കും ശിവനാണ് ഇവിടെ പ്രതിഷ്ഠ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരിക്കൽ നായി പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ അമ്പലം അങ്ങനെ അത്ര അറിയപ്പെടുന്നത്. വലിയ പൂജയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ പോലെ ഉണ്ടായിരുന്നു. ഇത് രണ്ട് മൂർത്തി അമ്പലം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വലിയ അമ്പലമാണ്. ഇത് ചുറ്റമ്പലമാണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്കൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അമ്പലങ്ങളുടെ അകത്തൊന്നും അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലല്ലോ. അപ്പം അതിൻ്റെ ചുറ്റമ്പലം വെറുതെ ഒന്ന് എടുത്തതാണ്. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. നല്ല വലിയൊരു അമ്പലവുമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് ചുറ്റമ്പലത്തിൻ്റെ. ഇത് അമ്പലക്കുളത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ.
അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തൊഴാൻ പോയി. അങ്ങനെ അന്നത്തെ കറക്കം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അടുത്ത ദിവസം എവിടെ പോയി എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബൈ.